നീലക്കുറിഞ്ഞി പൂത്തത് കണ്ട. നോനിമരം അങ്ങോട്ട് വളർന്നു. ഇനിയിപ്പോൾ ഇതിപ്പോൾ നോനി ഉണ്ടായി കഴിഞ്ഞാൽ പറിക്കണമെങ്കിൽ ഏണി വെച്ച് കയറണം. ലക്ഷ്മിധര് വെട്ടിക്കളഞ്ഞിട്ട് വീണ്ടും വളർന്നു. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി സമാധിയായത് ഒരു വാർത്തയായി. ജനങ്ങൾക്ക് വാർത്ത കിട്ടാഞ്ഞിട്ട്. ജനങ്ങൾക്കല്ല കേട്ടോ, സോറി, മാപ്രകൾക്ക്. അദ്ദേഹത്തിൻ്റെ തലവരയിൽ ഇങ്ങനെ ഉണ്ടാവും, പ്രശസ്തനാവാൻ. ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്ത പ്രശസ്തി മരണശേഷം കിട്ടി. അതിന് അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? ഇനി ഒരു പക്ഷേ ഗോപൻ സ്വാമി അവരുടെ ഭാര്യയോടും മക്കളോടും പറഞ്ഞ പോലെ ഇനി കല്ലറ പൊളിച്ചതിൻ്റെ പേരിൽ വല്ല ദുരന്തങ്ങളുണ്ടാവുമോ? ചെയ്തവരനുഭവിക്കട്ടെ, വേറെ ആർക്കൊന്നും വരാതിരുന്നാൽ മതി. പിന്നെ ചിലർ കളിയാക്കി കണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇങ്ങനെ അയാൾ കൂലിപ്പണിക്കാരനായിരുന്നു, കള്ളനായിരുന്നു, പിടിച്ചുപറിയായിരുന്നു, എന്തൊക്കെയോ കുറ്റങ്ങൾ. ഒരാൾക്ക് ആത്മജ്ഞാനം നേടാനായിട്ട് അയാളുടെ പൂർവജന്മം ഒരു വിലങ്ങുതടിയല്ല. രത്നാകരൻ എന്ന കൊള്ളക്കാരനും പിടിച്ചുപറിക്കാരനുമായിരുന്ന ഒരു കാട്ടാളന് തപസ് ചെയ്ത് സന്യാസിയായി രാമായണം എന്ന മഹാകാവ്യം രചിക്കാമെങ്കിൽ, വാൽമീകിയാകാമെങ്കിൽ ഏതൊരു സാധാരണക്കാരനും കഴിയും. ഇതൊക്കെ അവരവരുടെ ആഗ്രഹം, അർപ്പണം എല്ലാം പോലെ ഇരിക്കും. അതിപ്പോൾ ഞാൻ വിചാരിച്ചാലും ഒരു സ്വാമിനിയാവാം. എന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിയാക്കി വിളിക്കുന്നുണ്ട് സ്വാമിനിന്ന്. ശരിയാണ്, എല്ലാവരുടെ മുന്നിലുള്ളത് ഈശ്വരനാണ്, ഈശ്വര ചൈതന്യമാണ്. അതിനെ ആത്മാർത്ഥമായ ജപം, ധ്യാനം എല്ലാം വഴി ഉണർത്തിക്കൊണ്ടുവരാം. ആർക്കും സന്യാസിനിയാവാം, ആർക്കും സന്യാസിയാവാം. ഇതാർക്കും പ്രത്യേകിച്ച് റിസർവ് ചെയ്തിട്ടുള്ളതല്ല.